നമ്മളിന്ന് നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുൻപിലാട്ടോ. അതിൻ്റെ ഗോശാലയുടെ വീഡിയോ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗോശാല. ഇവിടുത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 3-ാം തീയതി ഇവിടുത്തെ 28ാം ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നാളെ 3-ാം തീയതിയാണ്. നാളെയാണ് ഇവിടുത്തെ ഓണാഘോഷം നടക്കുന്നത്. 28ാം ഓണം നാളെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, നാളെ ആണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ നന്ദികേശന്മാരെ കൊണ്ട് നിറയാനുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ, ഈ ഓരോ ചുവന്ന ബോർഡിൽ ഇട്ടേക്കുന്ന നമ്പറുകൾ, ഈ ബോർഡുകളിൽ ഇട്ടിരിക്കുന്ന നമ്പരെല്ലാം തന്നെ നാളെ നന്ദികേശന്മാർ നിരന്ന് നിൽക്കാനുള്ള. ഇവിടെ ഏകദേശം 162, അതായത് 100-ൽ പരം നന്ദികേശന്മാരാണ് ഇവിടെ നാളെ ആണെങ്കിൽ ഇതിനകത്തേക്ക് കയറാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഒരാളും വന്നിട്ടില്ല, പക്ഷെ നാളത്തെ ദിവസം ഇതിനകം ഫുള്ളും നന്ദികേശന്മാരെ കൊണ്ട് നിറയും. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത്രയധികം ജനങ്ങളാണ് ഇവിടെ കയറാൻ പോകുന്ന നാളെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ റഹ്മത്തടുത്താട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത്തയാണ്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിനടുത്താണെങ്കിൽ ഫാൻസി കട, അതുപോലെ തന്നെ ടോയ്സ് കടയൊക്കെ നടത്തുന്ന ഒരു ഇത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓച്ചിറയിലെ ഈ ഉത്സവത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്, ഇവിടുത്തെ തിരക്കിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നാളെയാണ് ഇവിടുത്തെ ആണെങ്കിൽ ഉത്സവം, 28ാം ഓണം നാളെയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് കട നടത്തി വരുന്നത്. ഏകദേശം കുട്ടിക്കാലം തൊട്ട് ഇവിടെ ഉള്ള ഇത്തായും പറയാൻ ഭയങ്കര പേടിയാട്ടോ. നമ്മുടെ അൽത്താഫ് വ്ലോഗ്സിനകത്തൊക്കെ വന്നിട്ട് ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന ഒരു ഇത്തയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കുറച്ച് സംഭവങ്ങൾ, നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൊല്ലമായി ഇത്ത കട തുടങ്ങിയിട്ട്? ഇവിടുത്തെ ഉത്സവമൊക്കെ എങ്ങനെയാ? ഉത്സവത്തിനെന്ന് കട എങ്ങനെയാ? ഉത്സവത്തിനെന്ന് കടയൊക്കെ എങ്ങനെയാ? തുറക്കുവോ? ഈ ഉത്സവം അല്ലെങ്കിലും ഇവിടെ കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല, ഉള്ളല്ലേ? അപ്പോൾ ഇത്ത നല്ലോണം വരണ്ടിരിക്കുക. നമ്മൾ ഒരുപാടൊന്നും വരട്ടുന്നില്ല. ഇവിടുത്തെ ഉത്സവം എങ്ങനെയാണ്? ഇവിടുത്തെ ആ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അത് മാത്രം ഒന്ന് പറഞ്ഞാൽ ഇത്ത. നല്ല തിരക്കാ, നല്ല ആളുകൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്ക്. സൂചി കുത്ത ഇടങ്ങാണോ? ആ മാതിരി തിരക്കാ. എല്ലാരും വന്ന് എല്ലാ കളകളെയും കണ്ടിട്ടേ പോകത്തുള്ളൂ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് ആളുകളെല്ലാം വരുന്നത്. എന്നൊക്കെ വണ്ടിയൊക്കെ പോകാൻ പാടാണെങ്കിൽ പോലും നേരത്തെ അവരെല്ലാരും എത്തും. അതുപോലുള്ള തിരക്കാണ്. 100 കണക്കിന് കാളകളല്ലേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്? 100 കാളകൾ, എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കാളകൾ വരുന്നൊരു ദിവസം. അത് നാളെയാണ് ഈ ഓച്ചിറക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത്. ജാതിപതമേന ഇല്ലാതെ എല്ലാ ആൾക്കാരും വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഞങ്ങളിവിടെ കാണും, നിങ്ങളും കാണണം. 28ാം ഓണം നാളെയാണെങ്കിൽ ഇന്നേ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. എല്ലാവരും വരണം. അതായത് നമ്മുടെ കേരളക്കരയുടെ ഓണമായിട്ടുള്ള തിരുവോണത്തിന് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന, അതായത് ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഈ ഒരു 28ാം ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വരണം കേട്ടോ.